നമുക്ക് ബീറ്റ്റൂട്ട് പുളിശ്ശേരി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനൊരു 3 ബീറ്റ്റൂട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഏകദേശം എന്താ ഇതുപോലെ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. അടുത്തായിട്ട് വേണ്ടത് പച്ചമുളക്. ഇത് ഈ ബുള്ളറ്റ് മുളക് എന്ന് പറയുന്ന ടൈപ്പ് മുളകാണേ, കുറച്ച് ഉരുണ്ട ടൈപ്പ് മുളക് 5 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു കുക്കറിലേക്ക് ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കാം. സാധാരണ മോരുകറി പോലെയല്ല കേട്ടോ, ബീറ്റ്റൂട്ടിനൊക്കെ നല്ലപോലെ വേവുണ്ട്. അതുകൊണ്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് വേവിക്കാൻ നിന്നാൽ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ടാണ് കുക്കറിൽ ഇടുന്നത്. പാകത്തിന് ഉപ്പ്, 3/4 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് വെള്ളം, കഷ്ണങ്ങളൊന്ന് നികന്ന് നിൽക്കാനുള്ള വെള്ളം മതിയേ. അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളക്. നമ്മൾ ഈ പച്ചമുളക് ഇല്ലാതെ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ അങ്ങനെയുള്ള പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഞാൻ അരയ്ക്കുമ്പോഴും കുറച്ച് കാന്താരി അരയ്ക്കുന്നുണ്ട് അരപ്പിൽ. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 4 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. അരപ്പ് റെഡിയാക്കാനായിട്ട് 1 മുറി തേങ്ങ, 3-4 അല്ലി ഉള്ളി, 1/2 ടീസ്പൂൺ ജീരകം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, 1 തണ്ട് കുരുമുളകും, പച്ചക്കുരുമുളകേ. ഇഞ്ചി ഇപ്പം എന്താ പറയുക, ഫ്രഷായിട്ട് പറിച്ചത്, അധികം മൂത്തിട്ടില്ല, അതുകൊണ്ടാണ് കുറച്ച് വലിയ കഷ്ണം എടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ കാന്താരി, വയലറ്റ് കളർ കാന്താരിയാണേ. നല്ല എരിവുണ്ട് കേട്ടോ, അതിന് 4 എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മുടെ കുക്കറിൽ 3-4 വിസിൽ വന്നിട്ട് പ്രഷറെല്ലാം നോർമലി റിലീസ് ആയിട്ടുണ്ടേ. കഷ്ണങ്ങളെല്ലാം അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ചിലതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാട് വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി ഉടച്ചു കൊടുക്കാം. വീണ്ടും തിളച്ച് വന്നിട്ടുണ്ടേ. കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ അരപ്പ് ചേർത്തപ്പോൾ ഇതിൽ ചേർത്തതേ വറുത്ത ജീരകമായിരുന്നേ. അതുകൊണ്ട് അതിന് ഒത്തിരി നേരം അങ്ങോട്ട് പച്ചമണം പോകാൻ വേണ്ടി തിളയ്ക്കാനൊന്നുമില്ല കേട്ടോ. അരപ്പ് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നാൽ മതി. കറിക്കൊരു കൊഴുപ്പ് കിട്ടാനായിട്ട് വേണമെങ്കിൽ കുറച്ചെണ്ണമൊക്കെ ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കാം. തിളയ്ക്കുന്നവരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ അരപ്പ് അങ്ങോട്ട് പിരിഞ്ഞു പോകും. ഇപ്പോൾ അരപ്പ് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടേ. നമുക്കിനി ഇതൊരു 5 മിനിറ്റും കൂടെ അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ കണ്ട അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു 4-5 മിനിറ്റായിട്ട് നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുവാണേ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ആ ചൂടോടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് വെച്ച് കൊടുക്കാം. നല്ല ചൂട് ഇരിക്കുന്നതുകൊണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. വീണ്ടും ചൂടാക്കേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ നല്ലപോലെ പതഞ്ഞ് കിട്ടുമേ. ഉപ്പ് എരിവും എല്ലാം നല്ല കറക്റ്റ് ആട്ടോ. നമുക്കിനി ഇതിലേക്ക് താളിച്ച് കൊടുക്കാം. ഞാനിതിൽ ചേർത്ത് കൊടുത്തേക്കുന്ന സാപ്പിൻസിൻ്റെ പുളിശ്ശേരി സ്പെഷ്യൽ തൈരാട്ടോ. നല്ല അടിപൊളിയാണ്. ആർക്കെങ്കിലുമൊക്കെ ഇത് കിട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താളിക്കാനായിട്ട് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക്. കറിവേപ്പില, ഉണക്കമുളക്. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു നുള്ള് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഉലുവ വറുത്ത് പൊടിച്ചത്. നല്ല അടിപൊളി ഒരു പുളിശ്ശേരിയാണ് ബീറ്റ്റൂട്ട് പുളിശ്ശേരി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.